നിരവധി പെർഫോമേഴ്സാണ് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും പെർഫോം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിളിച്ചാലോ? പിന്നെന്ത് മോളെ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? കൃഷ്ണ സാനിക. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഓരോ വെറൈറ്റി പേരുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കൃഷ്ണ സാനിക അല്ലേ? എന്താ അതിന്റെ അർത്ഥം? കൃഷ്ണന്റെ ശബ്ദമില്ലല്ലോ. ഓടക്കുഴൽ. മൈക്ക് വെച്ചിട്ടും അടുത്ത് നിന്നിട്ടും കേൾക്കുന്നില്ലല്ലോ. അത് ശ്രദ്ധിച്ചോ? ഇവിടെ വന്ന എല്ലാ പെർഫോമൻസും ഭയങ്കര പതിഞ്ഞ ശബ്ദത്തോടെ സോഫ്റ്റ് വോയിസിൽ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ തട്ടേ കയറി കഴിഞ്ഞാൽ വട്ട് മാറുന്നുള്ള അവസ്ഥയാണ്. കാണാം, ഒരു സെക്കൻഡ്. അപ്പോ അതിനിടയ്ക്ക് അതെ ഓക്കെ, നമ്മൾ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ഓരോ മീഡിയ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അതിനിടയിലാണ് ഈ അഭിവാദ്യം അർപ്പിക്കാൻ പോയത്. എല്ലാം പരിചയക്കാരാണ്. കാരണം അതൊരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ വേദി കൂടിയാവുന്നുണ്ട് കലോത്സവ വേദികൾ. അപ്പൊ നമുക്ക് കൃഷ്ണസാനിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലെ? ഏതൊക്കെ ആയിട്ടായിരുന്നു മോളെ? മോണോ ആക്ട് ആയിരുന്നു മെയിൻ. വേറെ ഏതിനൊക്കെ മത്സരിച്ചോ? സംസ്കൃത പാഠകം. അത് ശരത്തേട്ടൻ ഇങ്ങനെ ആലോചിക്കരുത്. പാഠകം അതെന്താണ് ഇപ്പൊ സംഭവം? ഇങ്ങനെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ എഴുതി പാഠകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഉത്സവ പരിപാടി അല്ലേ? അത് വേറെ അല്ല, കേട്ടിട്ടുണ്ട്. മോക്ക് മനസ്സിലായി, നിഷയ്ക്ക് മനസ്സിലായില്ലാത്ത ഇപ്പൊ എന്താ പറ്റുക? അതെ, അതിന് എന്റെ തലയിലേക്ക് തട്ടിക്കോ. ശരിയല്ലേ പറഞ്ഞു? അതിപ്പോ തലകുലിക്ക് സമ്മതിക്കുക, അല്ലാതെ കൃഷ്ണസാനിക്ക് ഓർമ്മ വേണം. ഇല്ലല്ല, അതിന് വിട്ടു തരത്തില്ല. ഓക്കെ, നമുക്ക് കൃഷ്ണസാനികയോട് ചോദിക്കാം. എങ്ങനെയുണ്ട് കലോത്സവം പൊതുവെ? ഏതെങ്കിലും മത്സരങ്ങൾ കണ്ടോ? ഇല്ല, എന്റെ കണ്ടു. അപ്പൊ എന്റെ മത്സരം മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ നമുക്ക് എന്നാൽ ആ മത്സരത്തിന്റെ ഒരു ചെറിയ രൂപം എന്താ ചെയ്തത് എന്നുള്ളത്. ആദിവാസികൾക്കെതിരെ ആക്രമണക്കെതിരെ ഒരു സംഭവം. ഏത് സ്കൂളായിരുന്നു? GVHSS കയ്പമംഗലം. അപ്പൊ ആദിവാസികൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള മോണോക്ട് ആണെന്നുണ്ടെങ്കിൽ മാറി നിന്നോ 100 അടി, കാരണം തെറിക്കും. മൈക്ക് പിടിച്ചു തരണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിടിക്കോ? പിടിച്ചു തരാം. ഓക്കെ, ഞാൻ പിടിച്ചു തരാം. എന്റെ മലദൈവങ്ങളെ, എങ്ങള് കണ്ണു തുറന്നുല്ലോ, എങ്കടെ പ്രാർത്ഥന കേട്ടല്ലോ. ചെങ്ങായിയെ, പെണ്ണ് പെറ്റൂന്ന് ഞാന് ആസ്പത്രിയിൽ പോയി വരാ. ചേട്ടാ, ഒരു കുഞ്ഞുടുപ്പ്, കുറച്ച് കരിവള, ഒരു കിളിക്ക, എത്രയായി? ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉണ്ടായിരുന്നതൊക്കെ തീർന്നല്ലോ. നീയേ കെട്ടിയേ, നിന്നെ കാണുമ്പോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ചുണ്ടും പതിഞ്ഞ മൂക്കും കാപ്പിരി തലേ മുടിയും ഈ കാട്ടുവാസി ഒരു കള്ളനാന്ന തോന്നണേ. നമ്പീശ, അവനെ ഒന്ന് പിടിച്ച് നിർത്തിക്കേ. ഇവിടെ കൊറേ സാധനങ്ങൾ കാണാതാവുന്നുണ്ട്. അവന്റെ സഞ്ചിൽ എന്താന്ന് നോക്കണം. അയ്യോ ചേട്ടാ, ഈ കള്ളനല്ല, കൊഴന്തേ കാണാൻ വന്നതാ. എന്റെ കൊഴന്ത കള്ള ഉടുപ്പും കിളിക്കിയത്. എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയല്ലേ പറയല്? കണ്ടറിഞ്ഞൂടെ സത്യം പറയടാ, നീ കട്ടതൊക്കെ എവിടെ വെച്ചു പറയടാ. കൊല്ലടാവനെ. എന്റെ മലദൈവങ്ങളെ, എന്റെ കെട്ടിയവരെ കൊണ്ടുപോയല്ലോ. ഒരു കുഴന്തയ്ക്കായി എത്ര കാലം പോയിച്ചു. ഒടുവെ പോയില്ലേ മരിച്ച എന്റെ കെട്ടിയവരെ കൊണ്ടുപോയില്ലേ മലദൈവങ്ങളെ. മോനെ, മലദൈവങ്ങള് വിളിച്ചതല്ലല്ലോ, കൊന്നതല്ലേ, കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ. കാട്ടേ കഴയുടെ പോ, കാട്ടുമൃഗങ്ങളെ കപ്പേടി നാട്ടുവാസികളെയാ കാട് നാടാക്കി ലോകം മുടിക്കണ നിങ്ങളുടെ മക്കളുടെ ചിറക്കി തന്നെയാ കൊള്ളി വെക്കണേന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു
നൈസ് നൈസ് നൈസ്. ഗംഭീരം, അടിപൊളിയായിരുന്നു. അടിപൊളി. അതായത് അവന് ചോദിക്കേണ്ട ആവശ്യമില്ല, A grade ആയിരിക്കുമല്ലോ. അല്ലേ, ശരിക്കും വാർത്തയിൽ നിന്ന് അട്ടപ്പാടി മധുവിനെ അറിയോ? അറിയാം. അപ്പൊ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. മധുവിന് അതെ, അട്ടപ്പാടി മധു ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുണ്ടായ ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് വന്ന ഒരു ആദിവാസി യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ, അതാണ് ഞാൻ പറഞ്ഞത്, വാർത്തയിൽ നിന്ന് കണ്ടെത്തി മോളിൽ നിന്ന് അണക്കിയാണ്. അതായത് എനിക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചതെന്നറിയോ, ആൾക്കൂട്ടമില്ലേ, ആൾക്കൂട്ടത്തിലേക്കുള്ള പല മനുഷ്യരുടെ ഒരു ക്രൗഡിൻ്റെ ആക്രോശത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങളിലൂടെ, മാനറിസത്തിലൂടെയാണ് കൊണ്ടുവന്നത്. തുടക്കത്തിൽ കൈപ്പോങ്കലത്തുകാരി തൃശ്ശൂർ സ്ലാങ് പിടിച്ചു തുടങ്ങി, എന്താ ഗടിയെന്ന് പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ ഇങ്ങനെ അണമുറിയാതെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അത് വളരെ സവർണ്ണ മേധാവിത്വം നമ്പീശനെയൊക്കെ കൊണ്ടുവന്നു. അതിൽ ഒടുവിൽ കടമ്മനിട്ടയുടെ കവിതകളിലാണ് അവസാനിച്ചത്. അറിഞ്ഞു തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത്, ആസ്വദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ കഥാപാത്രങ്ങളായി മാറുന്ന ഒരു, തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് മറയില്ലാതെ വളരെ സന്തോഷത്തോടെ പങ്കുവെച്ചത്. ഒരുപാട് സംതൃപ്തിയും ഒക്കെ നമ്മളൊരു ആർട്ട് ഫോം കാണുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അത് കൃഷ്ണസാനിക വളരെ നന്നായി തന്നു എന്നുള്ളതാണ്. ഏത് സ്കൂളാണെന്ന് ചോദിച്ചില്ല കൃഷ്ണസാനിക. GVHSS കയ്പമംഗലം. അതല്ലേ കയ്പമംഗലം കാരി കളഞ്ഞു. കയ്പമംഗലം സ്കൂൾ തന്നെ ആവണമെന്നില്ലല്ലോ, കയ്പമംഗലക്കാരി ആണെന്നുണ്ടെങ്കിൽ മറ്റു സ്കൂളുകളും പഠിക്കാലോ. വേണ്ട, അത് വേണ്ട, കയ്പമംഗലമാണ്. അതിൽ നിന്നാണ് തൃശ്ശൂർ സ്ലാങ് പിടിച്ചു, അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങനെ സഞ്ചരിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ശരി മോളെ, ഇനി മത്സരം കേട്ടോ. അടിപൊളി. ഓക്കെ, മത്സരിച്ച 2 വിഭാഗത്തിലും A grade വാങ്ങി. പാടകം ഉപജില്ലയിലുണ്ടായില്ല, പിന്നെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കും. അപ്പൊ ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് മാത്രമേ ഉണ്ടായിരുന്നു, അതിൽ A grade. ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച്. ശരി മോളെ. അതെ, നന്നായിട്ട്. അത് ഞാൻ പറഞ്ഞത് ഒരു പെർഫോമൻസിൽ ഒതുക്കണ്ട, കുട്ടികളൊക്കെ ഈ മോണോ ആക്ടിലൊക്കെ എത്ര, അതായത് വാർത്തയിലും നമ്മുടെ ജീവിതത്തിലും കാണുന്നത് വളരെ വളരെ മിഴിവോടെ, വളരെ ഉള്ളിൽ തട്ടും വിധത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കലോത്സവങ്ങളുടെ ഏറ്റവും വലിയൊരു മനോഹാരിത. അത് തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. കഴിഞ്ഞ കുറേ കലോത്സവങ്ങളിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഐറ്റം പഠിക്കുക, ആ ഐറ്റത്തെക്കുറിച്ച് മാത്രം ഒരു അവബോധം ഉണ്ടാകുക എന്ന ആ ഒരു തലം വിട്ട് സമൂഹത്തിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെ വാർത്തകൾ സംഭവിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളവരിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ മത്സരാർത്ഥികളും വിദ്യാർത്ഥികളും എന്ന് തന്നെയാണ്. ആ ഒരു വലിയ മാറ്റം ഓരോ മത്സരത്തിലും നമുക്ക് കാണാൻ സാധിക്കും. മോണോ ആക്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വളരെ ഗംഭീരമായി കാലങ്ങളായി, പതിറ്റാണ്ടുകളായി രംഗത്ത് നിൽക്കുന്നവർ മോണോ ആക്ടിന് വേണ്ടി കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ അവതരണ രീതി ചെറിയ എന്നാൽ വിമർശിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹൈ പിച്ച് സാധനങ്ങളാണ് ത്രൂ ഔട്ട് എല്ലാവരും എടുക്കുന്നത് എന്ന് പറയും. അങ്ങനൊരു വിമർശനം നിൽക്കുമ്പോൾ പോലും ആ തിരഞ്ഞെടുത്ത വിഷയം, അതിലേക്കുള്ള ആ കുട്ടിയുടെ ഒരു വളർച്ചയുണ്ടല്ലോ, മാറ്റം, അത് വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു.